ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എണീക്കാൻ ലേറ്റ് ആയെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. ഇന്നലെ പുറത്ത് പോയപ്പോൾ ദോശ ബാറ്റർ വാങ്ങിയോണ്ട് തന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ദോശന്റെ കൂടെ കൂട്ടാൻ വേണ്ടി തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ വാങ്ങിയ ബാറ്റർ ആയതുകൊണ്ട് തന്നെ ദോശ വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉഴുന്നിന്റെ ടേസ്റ്റ് കുറവും ഉലുവേന്റെ ആ ഒരു സ്വാദ് കുറച്ച് കൂടുതൽ വരുന്നേ. എന്നാലും അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ബാറ്റർ പുറത്തുനിന്ന് വാങ്ങലും കുറവാന്നേ. തക്കാളി ചട്നിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാനിവിടെ വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് തേങ്ങയും മല്ലിയിലൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് നല്ലോണം തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മീനുക്കുട്ടി പറഞ്ഞത് വെള്ളച്ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആള് പിന്നെ കളറ് കണ്ടിട്ടാണ് എരിവ് ഉണ്ടാവുമോ ഇല്ലയോ എന്നെല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ എരിവില്ലാത്ത തക്കാളി ചട്നി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടും ആൾക്ക് അങ്ങോട്ട് സമ്മതമൊന്നും ആയിട്ടില്ല കേട്ടോ. ആളതിൻ്റെ കളറ് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു നല്ല എരിവുണ്ടാവുന്നേ. പിന്നെ ഉഴുന്നുപൊടിയൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. പിന്നെ ഇത് ഞായറാഴ്ചയല്ലേ, മറ്റുള്ള ദിവസങ്ങളിലെല്ലാം നമ്മളെല്ലാം വിസ്തരിച്ചുണ്ടാക്കുന്നുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ലേസിയായി ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു എൻ്റെ ആദ്യത്തെ ദോശ ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ദോശ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചട്നിയും കൂടി ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോഴേക്കും വഴറ്റിയ സംഭവങ്ങളെല്ലാം നല്ലോണം തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയും ചട്നിയും എല്ലാം ഒന്നിച്ചായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ കഴിക്കാമല്ലോ. ഇപ്പം തന്നെ സമയം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചട്നി അരക്കുമ്പോണ്ടല്ലോ ഒരുപാട് അരഞ്ഞു പോയാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് കിറുക്കിർ എന്നാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുമേ. അപ്പോൾ നമ്മുടെ ചട്നി ഞാനിതാ കിറുക്കിർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിളിൽ ഫുഡ് കൊണ്ടുവച്ചാൽ എപ്പോഴും ആദ്യം എത്തുന്ന ആൾ മീനുക്കുട്ടിയാണ് കേട്ടോ. ചട്നി ഞാൻ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജാറോടെ മേശപ്പുറത്ത് കൊണ്ടുവെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതാ ഉഴുന്നുപൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെളിച്ചെണ്ണയും കൂടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് ഉഴുന്നുപൊടിക്ക് കൂടുതൽ ടേസ്റ്റ് എങ്കിലും നമുക്ക് ഇവിടെ വെളിച്ചെണ്ണയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ 2 ദോശയും ചട്നിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. മീനുക്കുട്ടിക്ക് ദോശ തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവളുടെ ഇരുത്തം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നില്ലേ. പിന്നെ വെള്ളച്ചട്നി ഇല്ലാത്തതിൻ്റെ ഒരു വൈക്ലഭ്യം ആളുടെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ആൾ ഉഴുന്നുപൊടിയൊക്കെ കൂട്ടി ഇങ്ങനെ ആർക്കോ വേണ്ടി കഴിക്കലാന്നേ. 2 ദോശ ഉണ്ടാക്കി കൊടുത്തതിലുള്ള ഒരു ദോശ ആരോ പിടിപ്പിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ആള്. വെള്ളച്ചട്നി ഉണ്ടാക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ഇനിയിപ്പോൾ മീനുക്കുട്ടി അല്ലാണ്ടായി മാറുമോ എന്നാണ് കേട്ടോ എൻ്റെ സംശയം. സുനേട്ടനാണെങ്കിൽ ദോശ മുന്നിൽ വെച്ചിട്ട് ബദാം പൊളിച്ചുകൊണ്ടിരിക്കലാണ് കേട്ടോ. കുട്ടികൾക്കുള്ള ബദാം വേഗം തന്നെ പൊളിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ അവർ കഴിക്കൂലെന്നും പറഞ്ഞിട്ട് അതൊരു കണക്കിന് ശരിയാണ്. അപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കലൊന്നും ഉണ്ടാവില്ല. തക്കാളി ചട്നി ആയതുകൊണ്ട് തന്നെ നന്ദും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ആള് കറിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അതിൽ നിന്നും സ്കൂട്ടാവാന്ന് ആലോചിക്കുന്ന ആളാണ്. ചെറുപ്പത്തിലെ ആൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. കറിയൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളൊന്നായിരുന്നില്ലേ. ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഇതുപോലെ പംകിൻ സീഡും വാട്ടർമെലൺ സീഡും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഒരു സ്പൂൺ, ആ ഒരു കുഞ്ഞു സ്പൂണിന് 1 സ്പൂണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു 4 ബദാമും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ 5 ഇന്ന് പക്ഷെ കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു കുഞ്ഞു പൂവമ്പഴവും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണ്